ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് തെറിയോട് കൂടിയുള്ള ഹിന്ദി കേൾക്കാം. ബസ് സ്റ്റോപ്പിൽ വെച്ച്. ഭായ് സാബ്, ये बस कहाँ जा रहे हैं? ചേട്ടാ, ഈ ബസ് എങ്ങോട്ടാ? ये लाल नगर को है. ഇത് ലാൽ നഗറിലേക്കാണ്. ये लाल नगर को है എന്ന് വെച്ചാൽ ഇത് ലാൽ നഗറിലേക്കാണ് പോകുന്നത്. ലാൽ നഗർ കഹാ ഹെ? ലാൽ നഗർ എവിടെയാണ്? ലാൽ നഗർ കഹാ ഹെ? ലാൽ നഗർ എവിടെയാണ്? ന്യൂ മാർക്കറ്റ് കെ പാസ് ഹെ. ന്യൂ മാർക്കറ്റിന് അടുത്താണ്. ന്യൂ മാർക്കറ്റ് കെ പാസ് ഹെ എന്ന് പറഞ്ഞാൽ ന്യൂ മാർക്കറ്റിന് അടുത്താണ്. तो ये ന്യൂ മാർക്കറ്റ് കഹാ ഹെ? അപ്പോൾ ഈ ന്യൂ മാർക്കറ്റ് എവിടെയാണ്? तो ये ന്യൂ മാർക്കറ്റ് കഹാ ഹെ? അപ്പോൾ ഈ ന്യൂ മാർക്കറ്റ് എവിടെയാണ്? वो यहाँ से 5 കിലോമീറ്റർ दूर है. അത് ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരെയാണ്. वो यहाँ से 5 കിലോമീറ്റർ दूर है. അത് ഇവിടുന്ന് 5 കിലോമീറ്റർ ദൂരെയാണ്. क्या आप वहाँ जा रहे हैं? താങ്കൾ അങ്ങോട്ടാണോ പോകുന്നത്? क्या आप वहाँ जा रहे हैं? താങ്കൾ അങ്ങോട്ടാണോ പോകുന്നത്? नहीं, थोड़ा നാരാജ്ഗി സെ. അല്പം ദേഷ്യത്തോടെ അല്ല. വീണ്ടും വീണ്ടും നമ്മൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നെഹി, അല്ല, ദേഷ്യത്തോടെ. തബ് കഹാ? പിന്നെ എങ്ങോട്ടാ? തബ് കഹാ? പിന്നെ എങ്ങോട്ടാ? അപ്പോൾ ഈ ചോദിക്കുന്ന വ്യക്തിക്ക് എല്ലാം അറിയണം. അയാൾ എങ്ങോട്ടാ പോകുന്നത്, എവിടുന്നാ പോകുന്നത് ഒക്കെ. തുമേ ക്യാ ക്യാ ജാൻനാ ഹെ? നിനക്കെന്തെല്ലാം അറിയണം? തുമേ ക്യാ ക്യാ ജാൻനാ ഹെ? നിനക്കെന്തെല്ലാം അറിയണം? ക്യോം ഇത്തന ഗരം ഹോ ആപ്? താങ്കൾ എന്തിനാ ഇത്ര ചൂടാവുന്നത്? അപ്പം മറുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുന്നത് എന്തിനാ അത്ര ചൂടാവുന്നത്? അതുപോലെ ക്യോ ഇത്തന ഗരം ഹോ ആപ്? മേ ഗരം നെഹി ഹൂ. ഞാൻ ചൂടായില്ലല്ലോ. മേ ഗരം നെഹി ഹൂ. ഞാൻ ചൂടായില്ലല്ലോ എന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യമൊന്നുമില്ല എൻ്റെ അർത്ഥം. ബാത് കർണ പസന്ത് നെഹി ഹേ ക്യാ? സംസാരിക്കുന്നത് ഇഷ്ടമല്ലേ? അപ്പം പുള്ളി വിചാരിച്ചു കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ടാണ് ഇയാൾ ഇഷ്ടക്കുറവ് കാണിക്കുന്നത് എന്ന്. ബാത് കർണ പസന്ത് നെഹി ഹേ ക്യാ? സംസാരിക്കുന്നത് ഇഷ്ടമല്ലേ? തോടാ ദേർ ചുപ് രഹോ. കുറച്ചു നേരം മിണ്ടാതിരിക്കൂ. തോടാ ദേർ ചുപ് രഹോ. കുറച്ചു നേരം മിണ്ടാതിരിക്കൂ. തിരസ്കാർ സെ. ആപ് ഏക് മഹാൻ വ്യക്തി ഹെ. പുച്ഛത്തോടെ. നിങ്ങളൊരു വലിയ മനുഷ്യനാണല്ലോ. ഈ പറയുന്ന വ്യക്തി കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. തിരസ്കാർ സെ ആപ് ഏക് മഹാൻ വ്യക്തി ഹെ. പുച്ഛത്തോടെ പറയാ, നിങ്ങളൊരു വലിയ മനുഷ്യനാണല്ലോ. അരേ ബെഫ്കൂഫ് ചുപ് രഹോ. പമ്പര വിഡ്ഢി, മിണ്ടാതിരിക്കൂ. ബെഫ്കൂഫ് എന്ന് പറഞ്ഞാൽ വിഡ്ഢി, നമ്മൾ ഇഷ്ടമല്ലാതെ ഉപയോഗിക്കുന്നൊരു വേർഡ്. എക്സാക്റ്റ് മലയാളം അറിയില്ല. വിഡ്ഢി എന്നല്ല ശരിക്കും പറയേണ്ടത്. മുജെ ചുപ് കരാനെ കെ ലിയെ ആപ് കോൻ ഹെ. എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ താങ്കൾ ആരാ? മുജെ ചുപ് കരാനെ കെ ലിയെ ആപ് കോൻ ഹെ. എന്നോട് മിണ്ടാതിരിക്കാൻ പറയാൻ താങ്കൾ ആരാ? തുമാര സമസ്യ ക്യാ ഹെ. നിന്റെ പ്രശ്നം എന്താ? കുറേ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു പോകല്ലേ, നിന്റെ പ്രശ്നം എന്താ? തുമാര സമസ്യ ക്യാ ഹെ. നിന്റെ പ്രശ്നം എന്താണ്? അപ്നെ ആപ് കോ ബഡാ മത് സമਝോ. സ്വയം മഹാനെന്ന് കരുതേണ്ട. ഏത് കോൺവെർസേഷനും വഷളാവുമ്പം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് തിരിയുക. അപ്നെ ആപ് കോ ബഡാ മത് സമਝോ. സ്വയം മഹാനെന്ന് കരുതേണ്ട. തും ചൽ, നീ പോടാ. തും ചൽ, നീ പോടാ. തും ചലോ എന്നും പറയാം, നീ പോടാ എന്നും പറയാം.
മലയാളത്തിൽ. തും പാഗലോ, നിനക്ക് വട്ടാണോ. തും പാഗലോ, നിനക്ക് വട്ടാണോ. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹിന്ദി തെറി വേർഡ്. പാഗൽ തും ഹോ, വട്ട് നിനക്കാണ്. പാഗൽ തും ഹോ, വട്ട് നിനക്കാണ്. തും നാലായക്കോ, നീ വിലകെട്ടവനാണ്. തും നാലായക ഹോ, നീ വിലകെട്ടവൻ ആണ്. തുമ്പി, നീയും. തുമ്പി, നീയും. ഇങ്ങനെ തർക്കം തുടർന്നു കൊണ്ടിരിക്കുന്നു. ഇസ് പ്രകാർ വിവാദ് ജാരി ഹെ. നിങ്ങളാരും ഈ ഭാഷ ഉപയോഗിക്കരുത്. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു സെൻറ്റൻസുകളാണ്. നമുക്കിവിടെ നിർത്താം. ചലിയെ ഹം യഹീ രുക്തേ ഹെ. ചലിയെ ഹം യഹീ രുക്തേ ഹെ. Thanks for watching. Please like, share and subscribe. Thank you.